ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഇന്ത്യൻ കലകളുടെ പുനരുജ്ജീവനത്തിനും പ്രോത്സാഹനത്തിനുമായി കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള ഘരാനയുടെ നേതൃത്വത്തിൽ മനോനിലയിൽ മാറ്റമുള്ളവർക്കായി ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ആശ്വാസമഴ തീർത്തു. താളം തെറ്റിയ മനസ്സുമായി 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന കുതിരവട്ടത്തെ അന്തേവാസികൾക്ക് ഏറെ സന്തോഷം നൽകുന്നതായിരുന്നു ഈ കലാവിരുന്ന്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. പ്രധാനമന്ത്രിയെ തെറി വിളിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണോ എന്ന് CPM വ്യക്തമാക്കണമെന്ന് വി മുരളീധരൻ. സാമൂഹ്യ നന്മയ്ക്ക് ചുക്കാൻ പിടിക്കുന്നവരായി പോലീസ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ADGP N. ശങ്കർ റെഡ്ഡി. മഹാത്മാ അയ്യങ്കാളിയുടെ 73ാം ചരമദിനാചരണം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടികളും. വാർത്തകൾ വിശദമായി. ഇടതു വിദ്യാർത്ഥി സംഘടന പുറത്തിറക്കിയ മാഗസിനിലെ പ്രധാനമന്ത്രിക്ക് നേരെയുള്ള പരാമർശം ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അതിലെ തെറിവിളി ആവിഷ്കാര സ്വാതന്ത്ര്യമാണോ എന്ന് സെക്രട്ടറി വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. ഇതിനെതിരെ നടപടിയെടുക്കേണ്ട ആഭ്യന്തരമന്ത്രി ഇതിനെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി ആ സ്ഥാനത്തിന് അപമാനമാണ്. മാഗസിൻ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും BJP ഇതിനെതിരെ ശക്തമായ ജനാഭിപ്രായം സ്വരൂപിക്കുമെന്നും വി മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. ഇടതു വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ മാഗസിനിലെ പരാമർശങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വന്നിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനമന്ത്രിയെ ഭീകരവാദിയായി ചിത്രീകരിച്ചവർക്കെതിരെ കേസെടുത്ത നടപടി അംഗീകരിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രിയും പറയുന്നു. ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രി വിമർശനങ്ങൾക്ക് അതീതനാണ്. വിമർശനങ്ങൾ തെറിവിളിയാവുന്നത് അത് നടത്തുന്നവരുടെ സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും വി മുരളീധരൻ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പലർക്കും ഈ വാക്കുകളുടെ എന്താണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്നറിയാതെയാണ് പലരും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയൊക്കെ മറപിടിച്ച് ഇതിനെ ന്യായീകരിക്കുന്നത്. അപ്പൊ ഈ നായിന്റെ മോൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണോ അല്ലയോ എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കണം. മാഗസിൻ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ ശക്തമായ ജനാഭിപ്രായം സ്വരൂപിക്കും. ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വി മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ഘരാനയുടെയും ഇന്ത്യൻ പെർഫോമിംഗ് ആർട്ടിസ്റ്റിന്റെ ഗുരുകുലമായ ചിന്മയാനന്ദ ബിന്ദുവിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഹിമാൻഷു നന്ദയുടെ പുല്ലാങ്കുഴൽ കച്ചേരിക്ക് തുടക്കമായി. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു പ്രഥമ ഹിന്ദുസ്ഥാനി ബാൻസുരി കച്ചേരി നടന്നത്. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുന്ന കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കും പരിചരണാർത്ഥികൾക്കും മാനസികോല്ലാസത്തിനായാണ് കേരള ഘരാനയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദുസ്ഥാനി ബാംസുരി അവതരിപ്പിച്ചത്. പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസിയുടെ ശിഷ്യൻ ഹിമാൻഷു നന്ദയാണ് മുളംതണ്ടിൽ തീർത്ത ഓടക്കുഴലിലൂടെ മനം കുളിർപ്പിക്കുന്ന രാഗങ്ങൾ തീർത്തത്. രോഹിത് കുൽക്കർണി തബലയിൽ സഹയാത്രികനായി.
പരിപാടിയെക്കുറിച്ച് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് SN രവികുമാർ. അന്തേവാസികളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പല കലാകാരന്മാരും വന്ന് അവരുടെ സ്വന്തം എക്സ്പെൻസിലൂടെ പല കലാപരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസിയുടെ ശിഷ്യൻ ഹിമാൻഷു മുന്തയുടെ ബാംസുരിയാണ്. അത് നമ്മുടെ അന്തേവാസികൾ വളരെ സന്തോഷപൂർവ്വം കേൾക്കുന്നുണ്ട്. അത് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അവർക്കും എല്ലാ ആശംസകളും കൊടുക്കുന്നു. ഇനിയും കലാകാരന്മാർ വരുമെന്നുള്ളവരെ ഞങ്ങൾ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദിവസം ഇവിടുത്തെ അന്തേവാസികൾ പുറം ലോകം കാണാതെ കിടക്കില്ല. അവർക്ക് എന്തെങ്കിലും മാനസിക ഉല്ലാസ കലാപരിപാടികൾ നേരിട്ട് കാണാൻ അവർ TV മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. അല്ലാതെ നേരിട്ട് കാണുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഞങ്ങളതിൻ്റെ പിന്നിൽ. എല്ലാ മാസവും മാനസികോല്ലാസപ്രദമായ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. പരിപാടികൾക്ക് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ E മുകുന്ദൻ, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ശോഭിത തോപ്പിൽ, സനിത ഗാനത്തിൽ, സ്റ്റാഫ് സെക്രട്ടറി P ഗോപിനാഥ് എന്നിവർ നേതൃത്വം നൽകി. അധസ്ഥിത ജനവിഭാഗത്തിന്റെ വിമോചന പോരാളിയും വിപ്ലവകാരിയുമായിരുന്ന മഹാത്മാ അയ്യങ്കാളിയുടെ 73ാം ചരമവാർഷിക ദിനാചരണം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങുകൾ കേരള പുലയർ മഹാസഭ രക്ഷാധികാരി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. UP-യിലെ ദളിത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അപലപനീയമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ അഗ്രഗണ്യനും അധസ്ഥിത ജനവിഭാഗത്തിന്റെ വിമോചന പോരാളിയും വിപ്ലവകാരിയുമായിരുന്ന മഹാത്മാ അയ്യങ്കാളിയുടെ 73ാം ചരമവാർഷിക ദിനാചരണം കേരള പുലയർ മഹാസഭയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടികൾ KPMS രക്ഷാധികാരി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. UP-യിലെ ദളിത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അപലപനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ നേതാക്കൾ തീർത്ഥാടന കേന്ദ്രം പോലെയാണ് UP-യിലെ സംഭവസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിധി പറയേണ്ട ജഡ്ജിക്ക് പോലും രക്ഷയില്ലെന്നും ഇത്തരം വാർത്തകളാണ് രാജ്യാന്തര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ അതിന്റെ ഭാഗമായിട്ടാണ് ആ ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ സ്ഥിരോത്സാഹികളാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ചടങ്ങിൽ KPMS കോഴിക്കോട് ജില്ലാ സെക്രട്ടറി CK സുനിലാൽ പുന്നല ശ്രീകുമാറിനെ പൊന്നാട അണിയിച്ചു. KPMS ഭാരവാഹികളായ K വിദ്യാധരൻ, TP ബാലകൃഷ്ണൻ, വാസു വേങ്ങേരി, C ബാബു, PV നാരായണി, സൌമിനി A, കോർഡിനേറ്റർ പഞ്ചമി, ഷീജ ടീച്ചർ, P സവിത തുടങ്ങിയവരും അനുസ്മരണ പരിപാടിയിൽ പ്രസംഗിച്ചു. ദളിതരുടെ വിമോചനത്തിന് നേതൃത്വം നൽകിയ ധീരനായ വിപ്ലവകാരിയായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ. മഹാത്മാ അയ്യങ്കാളിയുടെ 73ാം ചരമവാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസ്പൃശ്യരായി മുദ്രകുത്തി പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട അസംഘടിതരായ ദളിതരുടെ വിമോചനത്തിന് നേതൃത്വം നൽകിയ ധീരനായ വിപ്ലവകാരിയായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ അഭിപ്രായപ്പെട്ടു. മഹാത്മാ അയ്യങ്കാളിയുടെ 73ാം ചരമവാർഷിക ദിനാചരണത്തിൽ കടപ്പുറം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഉദ്ഘാടന പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പ് അയ്യങ്കാളി പോരാട്ടം വഴി നേടിത്തന്ന അവകാശങ്ങളെക്കാൾ ഏറെയൊന്നും നാളിതുവരെയായുള്ള ജനകീയ ജനാധിപത്യ സർക്കാരുകളിൽ നിന്നും ദളിതർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാദത്തമായ അവകാശങ്ങൾ പോലും സ്വായത്തമാക്കാൻ ദളിതർ കോടതി കയറിയിറങ്ങേണ്ട സ്ഥിതിയാണ് ഇന്നുള്ളതെന്നും ഭാസ്കരൻ കുറ്റപ്പെടുത്തി. എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ രംഗത്ത് മാത്രമാണ് ആയതുകൊണ്ട് മാത്രമായില്ല, സാമൂഹ്യ സാമ്പത്തിക രംഗത്തുകൂടെ നമ്മൾക്ക് പുരോഗതി കൈവരിക്കേണ്ടതുണ്ട്. ജില്ലാ പ്രസിഡന്റ് PT ജനാർദ്ദനൻ അധ്യക്ഷം വഹിച്ചു. ചടങ്ങിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KV സുബ്രഹ്മണ്യൻ, KDF-ന്റെയും പോഷക സംഘടനകളുടെ നേതാക്കളായ AT ദാസൻ, വേലായുധൻ വേട്ടോത്ത്, M രമേശ് ബാബു, ദേവദാസ് കതിരേടം, EP കാർത്തിയാനി, K ചന്ദ്രൻ, KM പത്മിനി, PP കമല, NM കൃഷ്ണൻ, കയ്യിൽ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു.
സാമൂഹ്യ നന്മയ്ക്ക് ചുക്കാൻ പിടിക്കുന്നവരായി പോലീസ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉത്തരമേഖല ADGP N. ശങ്കർ റെഡ്ഡി. ഇതിന് സംഘടനാ പ്രവർത്തനങ്ങൾ ഏറെ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി 27ാം ജില്ലാ സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രസംഗം നടത്തുകയായിരുന്നു ശങ്കർ റെഡ്ഡി IPS. പോലീസ് സേനാംഗങ്ങളുടെ ക്ഷേമത്തോടൊപ്പം സമൂഹ നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. സംഘടനയുടെ 27ാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് കോഴിക്കോട് ടൌൺഹാളിൽ 27ാം ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. ഉത്തരമേഖല ADGP N. ശങ്കർ റെഡ്ഡി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ നന്മയ്ക്ക് ചുക്കാൻ പിടിക്കുന്നവരായി പോലീസ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ശങ്കർ റെഡ്ഡി പറഞ്ഞു. ഇതിന് സംഘടനാ പ്രവർത്തനങ്ങൾ ഏറെ ഗുണം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നല്ല സേനാംഗങ്ങളെ, സംതൃപ്തരായിട്ടുള്ള സംഘടനാംഗങ്ങളെ സാമൂഹ്യ നന്മയ്ക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. അത് എനിക്കും തിരിച്ചറിയുന്ന ബോധം. കോർപ്പറേഷൻ കൌൺസിലർ ശ്രീകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് KB വേണുഗോപാൽ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് B. ഹരികുമാർ, വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, ഖജാൻജി P. മുരളീധരൻ, KPA വൈസ് പ്രസിഡന്റ് PT ശശിധരൻ, KPOA സെക്രട്ടറി ചന്ദ്രൻ കരിപ്പാളി, KPA പ്രസിഡന്റ് C. വിനായകൻ, P. ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാംഗങ്ങളെ കൂടാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് സൗന്ദര്യവൽക്കരണം പൂർത്തിയാക്കിയ ബേപ്പൂർ പുളിമുട്ടിൽ പരിപാലനത്തിന്റെ അപാകതയിൽ ചെലവഴിച്ച് ലക്ഷങ്ങൾ പാഴാവുന്നു. വെളിച്ച സംവിധാനത്തിനായി ഒരുക്കിയ കാലുകളിൽ നിന്നും വൈദ്യുതി വിളക്കുകൾ അപ്രത്യക്ഷമായി. കഴിഞ്ഞ ഇടതുഭരണത്തിന്റെ അവസാന നാളുകളിലാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ബേപ്പൂർ തുറമുഖം സംസ്ഥാന ടൂറിസം വകുപ്പ് സൗന്ദര്യവൽക്കരിച്ചത്. അഴിമുഖത്തു നിന്നും കടലിലേക്ക് 2 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന പുലിമുട്ടാണ് ബേപ്പൂരിന്റെ പ്രധാന ആകർഷണം. ഈ നടപ്പാതയ്ക്ക് ഇരുവശവും കോൺക്രീറ്റ് ബീമിൽ ഗ്രാനൈറ്റ് വിരിച്ച് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരുന്നു. ഇവയ്ക്കിടയിൽ കാസ്റ്റേണ കാലുകളിൽ വൈദ്യുതി വിളക്കുകളും സ്ഥാപിച്ചു. എന്നാൽ ഇവയെല്ലാം അപ്രത്യക്ഷമായിരിക്കുകയാണ്. വിളക്കുകാലുകളിൽ പൊട്ടിത്തൂങ്ങിയ ബൾബ് ഹോൾഡർ മാത്രം അവശേഷിക്കുകയാണ്. വൈദ്യുതി കാലുകളിൽ നിന്നും ലൈറ്റ് യൂണിറ്റുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായിട്ടുണ്ട്. മഴ നനയാതെ കയറി നിൽക്കാനുള്ള റെയിൻ ഷെൽട്ടറുകളുടെ മേൽക്കൂര തുരുമ്പെടുത്ത് തകർന്നു. നടപ്പാതയിലെ ഇന്റർലോക്ക് കട്ടകളും ഇളകിയിരിക്കുകയാണ്. ഉടൻ അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ നിലവിലുള്ള സൗന്ദര്യം പോലും നഷ്ടമാകുമെന്ന സ്ഥിതിയാണുള്ളത്. ഔഷധ വ്യാപാര രംഗത്ത് അനാരോഗ്യ പ്രവണതകൾ നടത്തുന്ന മൊത്ത ചില്ലറ കുത്തകകൾക്കെതിരെ കർശന നടപടികൾ നടപ്പിൽ വരുത്തണമെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. കാലിക്കറ്റ് ടവറിൽ AKCDA സംസ്ഥാന പ്രസിഡന്റ് AN മോഹനൻ സോഷ്യൽ സർവീസ് പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗം കാലിക്കറ്റ് ടവർ ഓഡിറ്റോറിയത്തിൽ നടന്നു. AKCDA സംസ്ഥാന പ്രസിഡന്റ് AN മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
ചടങ്ങിൽ സോഷ്യൽ സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും നടന്നു. സംഘടനാംഗങ്ങളുടെ മക്കളിൽ SSLC പ്ലസ് 2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അവാർഡ് നൽകി അനുമോദിച്ചു. AKCDA കോഴിക്കോട് പ്രസിഡന്റ് KT രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി രഞ്ജിത്ത് ദാമോദർ, ജനറൽ സെക്രട്ടറി തോമസ് രാജു, KP സുരേന്ദ്രനാഥ്, K കുട്ടൻ, BA ഭാസ്കർ, TK അഷ്റഫ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് പുതിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ഇളനീർ വയ്പ്. സപ്തമി നാളായ ബുധനാഴ്ച രാത്രി 10:30 ചടങ്ങ്. വ്യാഴാഴ്ചയാണ് ഇളനീരാട്ടം. ജന്മാവകാശികളായ തണ്ടയാന്മാർ പ്രക്കൂഴം മുതൽ വ്രതം ആരംഭിച്ചാണ് ഇളനീർ കാവുകളുമായി കൊട്ടിയൂരിലെത്തിയത്. പ്രസിദ്ധമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ സുപ്രധാന ചടങ്ങായ ഇളനീരാട്ടത്തിന് മുന്നോടിയായുള്ള ഇളനീർ വെപ്പ് ബുധനാഴ്ച നടന്നു. ഇളനീർ കാവുകളുമേന്തി വിവിധ ദേശങ്ങളിൽ നിന്നും ഭക്തർ കൊട്ടിയൂരിലെത്തി തുടങ്ങി. രാത്രി 10:30 ഇളനീർ വെപ്പ് ചടങ്ങ് നടക്കുന്നത്. പെരുമാൾ സന്നിധിയിൽ സമർപ്പിക്കുന്നതിന് ഇളനീർ കാവുകളുമേന്തി ഇളനീർ വ്രതക്കാർ ഓംകാര മന്ത്രധ്വനികൾ മുഴക്കിയാണ് കൊട്ടിയൂരിനെ ലക്ഷ്യമാക്കി പ്രയാണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഇളനീർ വ്രതക്കാരെ കൊണ്ട് കിഴക്കേനടയിലെ മന്തഞ്ചേരി മൈതാനം നിറഞ്ഞു. കോരപ്പുഴയ്ക്കും വളപട്ടണം പുഴയ്ക്കുമിടയിലുള്ള ഭക്തരാണ് ഇളനീർ സമർപ്പണത്തിന് ഇളനീർ കാവുകളുമായി ഉത്സവ നഗരിയെ ലക്ഷ്യമിട്ട് കുതിക്കുന്നത്. രാത്രി 10:30 ഇളനീർ വെപ്പ് ചടങ്ങുകൾ തുടങ്ങുക. കാര്യത്ത് കൈക്കോളാൻ തിരുവഞ്ചിറയിൽ തട്ടും പോളയും വെച്ച് രാശി വിളിക്കുന്നതോടെ ഇളനീർ വെപ്പ് ചടങ്ങ് തുടങ്ങും. മന്തഞ്ചേരി മൈതാനിയിൽ ഊഴം കാത്തിരിക്കുന്ന ഇളനീർ വ്രതക്കാർ അവരവരുടെ കൈവശമുള്ള ഇളനീർ കാവുകളുമായി എത്തി തിരുവഞ്ചിറയിൽ പെരുമാളിന് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇളനീർ വെപ്പ്. ആയിരക്കണക്കിന് ഇളനീർ വ്രതക്കാരെത്തിച്ച കാവുകൾ കൊണ്ട് തിരുവഞ്ചിറ ഇളനീർ കൂമ്പാരമായി. ചടങ്ങ് ദർശിക്കാൻ മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തർ ഉത്സവ നഗരിയിലെത്തി. ഇളനീരാട്ടം, അഷ്ടമി ആരാധന എന്നിവ വ്യാഴാഴ്ചയാണ് നടക്കുന്നത്. തീയ സമുദായത്തിൽപ്പെട്ട ജന്മാവകാശികളാണ് ഇളനീർ വെപ്പ് നടത്തുന്നത്. എരുവട്ടി, കുറ്റ്യാടി, ആയിരത്തി, മുടിശ്ശേരി, മേക്കിലേരി, കുറ്റിയൻ, തെയ്യൻ എന്നീ ജന്മാവകാശികളായ തണ്ടന്മാർ പക്രൂഴം മുതൽ വ്രതം ആരംഭിച്ചാണ് ഇളനീർ വെപ്പിന് എത്തിയത്. നഗരത്തിൽ പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ആശുപത്രിയിൽ മരുന്നും ചികിത്സയും ലഭ്യമാക്കുന്നതിനും സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോർപ്പറേഷൻ കൌൺസിൽ യോഗം അടിയന്തര പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മേയർ AK പ്രേമജിത്തിന്റെ അധ്യക്ഷതയിലാണ് അടിയന്തര യോഗം നടന്നത്. നഗരത്തിൽ പടർന്നു പിടിക്കുന്ന പനി തടയാൻ അടിയന്തര നടപടിയെടുക്കണമെന്നും ആശുപത്രികളിൽ മരുന്നെത്തിക്കണമെന്നും നഗരസഭാ കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു. CPMലെ VK മോഹൻദാസ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയമാണ് നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഐക്യകണ്ഠേന അംഗീകരിച്ചത്. അതേസമയം സർക്കാർ അനുവദിച്ച 20.19 കോടിയോളം രൂപയിൽ 47.8% മാത്രം നഗരസഭ ചിലവഴിച്ചതിനെപ്പറ്റി സംയുക്ത കൌൺസിൽ കമ്മിറ്റി രൂപവൽക്കരിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് UDFലെ പൊറ്റങ്ങാടി കിഷൻചന്ദ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മേയർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് കൌൺസിൽ ബഹിഷ്കരിച്ചതിനു ശേഷം തിരിച്ചെത്തിയാണ് പ്രതിപക്ഷം ചർച്ചയിൽ പങ്കെടുത്തത്. ജില്ലയിൽ 76 ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതിൽ 26 നഗരസഭയിലാണെന്നും ഇതിൽ തന്നെ 12 പുതിയാപ്പ മേഖലയിലാണെന്നും VK മോഹൻദാസ് പറഞ്ഞു. എന്നാൽ നഗരത്തിൽ തക്ക സമയത്ത് ശുചീകരണം നടക്കാത്തതും ഓടകൾ വൃത്തിയാക്കാത്തതുമാണ് പനി പടരാൻ കാരണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. ആരോഗ്യകാര്യങ്ങൾ നോക്കാൻ നഗരസഭയിൽ ഹെൽത്ത് ഓഫീസർ ഇല്ലാതായിട്ട് കൊല്ലം ഒന്നായെന്ന് മേയർ AK പ്രേമജവും പരാതിപ്പെട്ടു. പനി പടരുന്ന കാര്യത്തിലുള്ള അടിയന്തര പ്രമേയത്തിന്റെ അന്തസത്തയെ അനുകൂലിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് ഒടുവിൽ പ്രതിപക്ഷം പിന്താങ്ങുകയായിരുന്നു. സാമൂഹിക സാമ്പത്തിക സർവേയിലെ അപാകതകൾ പൊന്നമ്പത്ത് ദേവരാജൻ ശ്രദ്ധയിൽപ്പെടുത്തി. ഇക്കാര്യത്തിൽ നഗരസഭാ കൌൺസിലർമാർക്ക് ചുമതല ഏൽപ്പിക്കുന്നതിലെ അസൌകര്യം സർക്കാരിനെ അറിയിക്കാനും തീരുമാനമായി. നഗരത്തിലെ തെരുവുവിളക്കുകൾ കത്തിക്കാൻ നടപടിയില്ലാത്ത കാര്യം PV ആവറാൻ ശ്രദ്ധയിൽപ്പെടുത്തി. മതിയായ സംവിധാനമില്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വിളക്ക് കത്തിക്കൽ ചുമതലയിൽ ഏൽപ്പിച്ചതിലെ പ്രശ്നങ്ങൾ വൈദ്യുതി മന്ത്രിയുടെയും നഗരാസൂത്രണ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതായി മേയർ അറിയിച്ചു. CK രേണുകാദേവി, ലിംന സുരേഷ്, ഷിനോജ് കുമാർ, KB ബാബുരാജ്, NC മോയിൻകുട്ടി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ശ്രദ്ധ ക്ഷണിച്ചു. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ്, അഡ്വക്കേറ്റ് MT പത്മ, M രാധാകൃഷ്ണൻ മാസ്റ്റർ, O സദാശിവൻ, K സത്യനാഥൻ, K ബാലഗോപാലൻ, TP കോയ മൊയ്തീൻ, T മൊയ്തീൻ കോയ, PV ഹൈദരലി, T ഹസൻ, CP മുസാഫിർ അഹമ്മദ്, KP അബ്ദുള്ള കയ, സക്രിയ P ഹുസൈൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. കിക്ക് ഓഫ് 2014 KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഫുട്ബോളിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ഉപഹാരം നൽകി ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഒരുക്കിയ കിക്ക് ഓഫ് 2014 ശ്രദ്ധേയമായി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു.
സത്യത്തിൽ ഇന്ത്യയിലൊരു ഇതുപോലെ സമാനമായിട്ടുള്ള ഒരു വേൾഡ് കപ്പിൽ കളിക്കുന്നതായിരിക്കുന്ന ഒരു ടീം ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ ഇതിനൊക്കെ പ്രോത്സാഹനം നൽകുന്നത്. ഞാൻ നേരത്തെ ഫുട്ബോൾ നന്നായി കളിക്കുമായിരുന്നു. കോളേജ് ടീമിൽ കളിച്ചിട്ടുണ്ട്, ജില്ലാ ലീഗ് ഡിവിഷനിൽ കളിച്ചിട്ടുണ്ട്, പ്രാദേശിക ഫുട്ബോളിൽ കളിച്ചിട്ടുണ്ട്. സത്യത്തിൽ അർജന്റീനയോട് ഏറ്റവും കൂടുതൽ ആരാധന ഉള്ള ഒരു കളിയോട് അതിയായി ആസക്തി പുലർത്തുന്നതായിരിക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ. മെസ്സിയോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. അവരുടെ ടീമിന്റെ ടോട്ടൽ പെർഫോമൻസ് നോക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. പക്ഷെ എന്നാലും ആ കടുത്ത ആരാധന വിടാൻ തയ്യാറാകാതെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ മെസ്സിയുടെ ബർത്ത്ഡേ ആഘോഷം ഞങ്ങൾ കോഴിക്കോട് വെച്ച് വളരെ ഗംഭീരമായി ഞങ്ങൾ ആഘോഷിച്ചിരുന്നു. ബോക്കോ ജൂനിയേഴ്സ് പരിശീലന ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുബിത് ലാൽ 2013 ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീമിൽ കിരീടം നേടിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗങ്ങളായ ഇ സാജിദ്, ശ്രീ ധനേഷ്, സന്തോഷ് ട്രോഫി താരം ഷിബിൻ ലാൽ, മോഹൻ ബഗാൻ ടീം അംഗം വാഹിദ് സാലി, പരിശീലകൻ ദീപക് എന്നിവർക്ക് സിദ്ദിഖ് ഉപഹാരം സമ്മാനിച്ചു. ഗായകൻ ജലാൽ, മുഹമ്മദ് കോയ, NB സുബൈർ, മുജീബ്, സക്കറിയ എന്നിവർക്കും ഉപഹാരം നൽകി. PP നൌഷീർ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. PV ഗംഗാധരൻ, SK അബൂബക്കർ, PV ബിനീഷ് കുമാർ, സമീജ് വാറപ്പടി, രമേശ് നമ്പ്യത്ത്, R ഷഹീൻ, V സുമേഷ്, ഋഷിൽ ബാബു, CV സംജിത്ത്, VA ജബ്ബാർ, CV മോനു, ഷഫ്നാസ് അലി, ജയ്സൽ അത്തോളി, ഷാജി മുണ്ടകിൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. വാർത്തകൾ തുടരുന്നു. മഴക്കാലങ്ങളിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നത് സംബന്ധിച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ CA ലത സെമിനാർ ഉദ്ഘാടനം ചെയ്തു. CWSA ജില്ലാ സെക്രട്ടറി ഷാജി ചെവരമ്പലം അധ്യക്ഷം വഹിച്ചു. വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കഴിഞ്ഞ വർഷമുണ്ടായതുപോലെ മഴക്കാലത്ത് വീടുകളും മറ്റു കെട്ടിടങ്ങളും ഇടിഞ്ഞു വീണ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ജില്ലാ കളക്ടർ CA ലത പറഞ്ഞു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. അപ്പോൾ ആ ചർച്ചയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിരുന്നു. എഞ്ചിനീയേഴ്സും കോൺട്രാക്ടേഴ്സും ബിൽഡേഴ്സും അതുപോലെ വ്യത്യസ്ത രീതിയിലുള്ള ഓർഗനൈസേഷൻസും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ ഓപ്പണായിട്ട് വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു കാര്യങ്ങൾ. നമുക്ക് സാധനങ്ങളുടെ ഗുണനിലവാരമില്ലായ്മയായിരുന്നു ഒരു ഭാഗത്ത്. മണൽ ലഭ്യത കുറഞ്ഞതിനാൽ എംസാൻഡ് ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കണമെന്നും എന്നാൽ ഗുണനിലവാരത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും തൃശൂർ PWD ബിൽഡിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S സതീഷ് കുമാർ പറഞ്ഞു. കരാർ ഏറ്റെടുത്ത ശേഷം സിമന്റിന്റെയും കമ്പിയുടെയും വില വർദ്ധിക്കുന്നത് അനുസരിച്ച് കരാറുകാരന് ലഭിക്കേണ്ട തുക വർദ്ധിപ്പിക്കുന്ന രീതി സർക്കാർ പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. CWSA ജില്ലാ സെക്രട്ടറി ഷാജി ചെവരമ്പലം അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KV രമണൻ, ജില്ലാ പ്രസിഡന്റ് KT വസന്തരാജ്, ചന്ദ്രൻ കുറ്റ്യാടി, K സലീം, രവി പയ്യോളി എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് എടക്കാട് പുനത്തിൽ താഴം പുത്തൻവള്ളി വയൽ പ്രദേശത്ത് സ്വകാര്യ ആശുപത്രി സ്ഥാപിക്കുവാനുള്ള ശ്രമത്തിനെതിരെ നടക്കുന്ന ജനകീയ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് പുനത്തിൽ താഴം പുത്തൻവള്ളി വയൽ സംരക്ഷണ സമിതി. ഇതിന്റെ ഭാഗമായി കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തും. ജൂലൈ 5 നടത്തുന്ന മാർച്ച് CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. ഇത്രയും കാശ് മുടക്കിയിട്ട് അവിടെ ഒരു ആശുപത്രി പണിയുന്നത് ഒരിക്കലും ഇവിടുത്തെ സാധാരണക്കാരന് ഗുണകരമായിട്ടുള്ളതല്ല. ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ അവിടെ ചികിത്സ ലഭിക്കുള്ളൂ. പ്രചരിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് 25% കൺസെഷൻ കൊടുക്കും, പിന്നെ BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കാൻ ശ്രമിക്കും, അവിടെയുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നൊക്കെയാ. ഇതൊക്കെ ഇതിനു മുൻപും പല ആശുപത്രികൾ തുടങ്ങുമ്പോഴും പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെയാ. ഇത് തുടങ്ങാൻ വേണ്ടി ആളുകളുടെ എതിർപ്പ് ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാ. പ്രദേശത്ത് കഴിഞ്ഞ 14 മുതൽ അനിശ്ചിതകാല ധർണ നടന്നു വരികയാണ്. 3 വർഷത്തോളം ആക്ഷൻ കമ്മിറ്റി നടത്തിയ സമരപരിപാടികൾ അവഗണിച്ചുകൊണ്ടാണ് ആശുപത്രി മാനേജ്മെന്റ് ഭരണകൂടത്തിന്റെയും ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി എടക്കാട് ആശുപത്രി സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. പോലീസിനെ ഉപയോഗിച്ച് സമരം അടിച്ചമർത്തി ആശുപത്രി
നിർമ്മാണം നടത്തുവാനാണ് ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ആക്ഷൻ കമ്മിറ്റി അനിശ്ചിതകാല ധർണാ സമരം ആരംഭിച്ചത്. സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തും. ജൂലൈ 5 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടത്തുന്ന മാർച്ചും ധർണയും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ പ്രൊഫസർ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കാലിക്കറ്റ് സെന്റർ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും PM കേളുക്കുട്ടി അച്ചീവ്മെന്റ് അവാർഡ് ദാനവും മലബാർ പാലസിൽ നടന്നു. ചടങ്ങ് സംസ്ഥാന ചെയർമാൻ B ചന്ദ്രമോഹനൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ മുൻ ദേശീയ ചെയർമാൻ വർക്കി ഉപഹാരം നൽകി. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കാലിക്കറ്റ് സെന്റർ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ചടങ്ങിൽ അസോസിയേഷന്റെ അച്ചീവ്മെന്റ് അവാർഡ് PM കേളുക്കുട്ടിക്ക് സമ്മാനിച്ചു. അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ B ചന്ദ്രമോഹൻ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പലരും നമ്മുടെ ബിൽഡേഴ്സ് അസോസിയേഷന്റെ നമ്മളെല്ലാം ബിൽഡേഴ്സ് അസോസിയേഷന്റെ അംഗങ്ങളാണ്. അതിന്റെ ഭാരവാഹികളുടെ സ്ഥാന പേരുകൾ പലരും പലതരത്തിൽ പറഞ്ഞു കേട്ടു. അത് നമ്മുടെ ഒരു അസോസിയേഷന്റെ അംഗമെന്നുള്ളതിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. അത് മാത്രം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചടങ്ങിൽ KA രതീഷ് അധ്യക്ഷം വഹിച്ചു. അസോസിയേഷൻ മുൻ ദേശീയ ചെയർമാൻ ചെറിയാൻ വർക്കി ഉപഹാരം നൽകി. നാഷണൽ ട്രസ്റ്റി PK രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. PM കേളുക്കുട്ടി, സംസ്ഥാന സെക്രട്ടറി ജിബു മാത്യു, സാജൽ മുഹമ്മദ്, K സതീഷ് കുമാർ, NT കരീം എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ചെയർമാൻ K സതീഷ് കുമാർ, വൈസ് ചെയർമാൻ ആഷിഖ്, സെക്രട്ടറി ഷാജൽ മുഹമ്മദ്, ജോയിന്റ് സെക്രട്ടറി AK രാമകൃഷ്ണൻ, ട്രഷറർ KP പ്രഭാകരൻ എന്നിവരെ തെരഞ്ഞെടുത്തു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഇന്ത്യയിലെ അറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകനും ഡൽഹി സർവകലാശാല പ്രൊഫസറുമായ ഡോക്ടർ GN സായിബാബയെ ഡൽഹി സർവകലാശാല ക്യാമ്പസിൽ നിന്നും മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് 2 മാസത്തോളമായി. സായിബാബയുടെ മോചനം ലക്ഷ്യമാക്കിക്കൊണ്ട് രൂപീകരിച്ച സായിബാബ ഐക്യദാർഢ്യ സമിതി ജൂൺ 20 വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് അദ്ദേഹത്തെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധ സംഗമം നടത്തും. ചരിത്രകാരനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ M ഗംഗാധരൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. ചൊടിയൻ ട്രസ്റ്റ് വിവിധ സേവന പ്രവർത്തനങ്ങൾക്കൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി ഒരു സത്രം നിർമ്മിക്കുന്നു. കൂത്തുപറമ്പ് മാലൂരിൽ നിർമ്മിക്കുന്ന സത്രം തികച്ചും പാവപ്പെട്ടവർക്ക് മാത്രമായിരിക്കുമെന്ന് ചൊടിയൻ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രിയെ തെറി വിളിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണോ എന്ന് CPM വ്യക്തമാക്കണമെന്ന് V മുരളീധരൻ. സാമൂഹ്യ നന്മയ്ക്ക് ചുക്കാൻ പിടിക്കുന്നവരായി പോലീസ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ADGP N ശങ്കർ റെഡ്ഡി. മഹാത്മാ അയ്യങ്കാളിയുടെ 73ാം ചരമദിനാചരണം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടികളും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283.